ഹലോ, അസ്സലാമലൈക്കും. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരുപാട് പേര്, അതായത് കുറേ ബിഗിനേഴ്സായ കുറേ പേര് നമുക്ക് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരു ചെറിയൊരു കിറ്റ്, ഹെയർ ബാൻഡ്, അതായത് ബൺ മെറ്റീരിയൽസ് ആക്കിയിട്ട് തരുമോ എന്ന് ചോദിച്ചിട്ട്. കാരണം അവർക്ക് എല്ലാതും ഉൾപ്പെടണമെന്നില്ല, അവരവരെ മക്കൾക്ക് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് ഇങ്ങനെ സ്ഥിരമായിട്ട് മെസ്സേജ് ഇട്ടുകൊണ്ടിരിക്കും. ഇന്നലെ എനിക്ക് കുറേ പേര് മെസ്സേജ് അയച്ചു. അപ്പോൾ നമുക്ക് കുറച്ച് ബാലൻസ് വന്നിട്ടുണ്ട്. ബണ്ണിൻ്റെ മെറ്റീരിയൽസ്, അതായത് ഇതിൽ കൂടുതലും നൈലോണാണ് വരുന്നത്. നൈലോണിൽ വീതി ഉള്ളതും ഉണ്ട്, അതുപോലെ തന്നെ വീതി കുറഞ്ഞതും ഉണ്ട്. പിന്നെ ഒന്ന് രണ്ടെണ്ണമൊക്കെ ചിലപ്പോൾ ഒരു ബിഗ് ബണ്ണൊക്കെ ചിലപ്പോൾ ആർക്ക് കിട്ടണമെന്നൊന്നും പറയാൻ പറ്റില്ല. അങ്ങനെ ഒന്ന് രണ്ട് ബിഗ് ബണ്ണ് ഉണ്ട്. പിന്നെ പുതിയ സ്റ്റോക്കൊക്കെ നമുക്ക് നാളെയോ അല്ലെങ്കിൽ വെള്ളിയാഴ്ചക്കുള്ളിലായിട്ട് പുതിയ സ്റ്റോക്ക് കിട്ടും. അപ്പോൾ കുറച്ചൊരു പഴയ സ്റ്റോക്ക് ഉണ്ട്. അപ്പോൾ ഇത് നമ്മളൊരു കിറ്റാക്കിയിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ കിറ്റിൽ അത്യാവശ്യം നമ്മൾ ഒരു കിറ്റിൽ ഞാൻ കാണിച്ചു തരാം എന്തോരം ഉൾപ്പെടുത്തിയിട്ടുണ്ടാവും എന്നുള്ളതാണ്. ഇങ്ങനെ ഒരു കിറ്റാവും ഉണ്ടാവും. ചിലപ്പം ബ്ലാക്ക്, വൈറ്റ്, ചിലപ്പോൾ ഈ കളേഴ്സ് ആവില്ല, വേറെ കളേഴ്സ് ആവും. ഇങ്ങനെ ഒരു കിറ്റാവും. അത്യാവശ്യം നമ്മുടെ മക്കൾക്ക് ചെയ്തെടുക്കാനൊക്കെ നമുക്ക് പറ്റും. ഇതണ്ട, ഇതിന് തന്നെ അത്യാവശ്യം നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം ഇങ്ങനെയാവും ഒരേ കിറ്റ്. അപ്പോൾ ഈ ഒരു കിറ്റിന് നമ്മൾ ഷിപ്പിംഗ് അടക്കം 140 രൂപയാണ് വാങ്ങുന്നത്. വളരെ കുറഞ്ഞ റേറ്റിനാണ് ഞാൻ കൊടുക്കുന്നത്. കാരണം നമുക്കിത് ക്വാളിറ്റി ഇല്ലാത്ത ബൺ മെറ്റീരിയൽസ് ഒക്കെയാണ് എന്ന് വിചാരിച്ചാൽ നമുക്കത് ഫ്രീ ആയിട്ട് കൊടുക്കാം. പക്ഷെ ഞാൻ പറയുന്നത് ഇതിൽ ക്വാളിറ്റി ഇല്ലാത്ത ബൺ മെറ്റീരിയൽസ് ഉണ്ട്, അതൊന്നും ഞാൻ തരുന്നില്ല. അതൊക്കെ നമ്മൾ ഫ്രീ ആയിട്ട് അതിന് അർഹതപ്പെട്ടവർക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് മാറ്റി വെച്ചിട്ടുള്ളതാണ്. കുറച്ച് നമ്മുടെ കയ്യിൽ ഉണ്ട്, കുറച്ച് നല്ലത് കുറച്ച് നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു കിറ്റായിട്ടാണ് ഞാൻ കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു കിറ്റിൻ്റെ റേറ്റ് വരുന്നത് 140 രൂപയാണ് വരുന്നത്. അപ്പോൾ ഒരുപാട് പേര് ഇങ്ങനെ മെസ്സേജ് അയച്ചിട്ട് പറയുന്നുണ്ട് മക്കൾക്ക് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ടാണ്, എൻ്റെ മക്കൾക്ക് ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും 100 രൂപ എനിക്കെന്തായാലും അയക്കാനൊരു ഷിപ്പിംഗ് 40 രൂപയും വരും. മെറ്റീരിയൽസിന് ഞാൻ 100 രൂപയാണ് നിങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്നത്. അങ്ങനെ 140 രൂപ പേയ്മെൻറ്റാണ് ഈ ഒരു കിറ്റിന് വരുന്നത്. അപ്പോൾ അത് ആർക്കെങ്കിലും ഇങ്ങനെ ഒരു കിറ്റ് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക. പിന്നെയും പറയുകയാണ്, ലിമിറ്റഡ് സ്റ്റോക്കാണ്. ആദ്യം വരുന്ന 15 പേർക്കോ അല്ലെങ്കിൽ 10 പേർക്കാണ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ആവശ്യക്കാരുണ്ട് എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് എൻ്റെ വാട്സപ്പ് നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക. വീണ്ടും വീണ്ടും പറയുന്നത്, ഇതൊക്കെ നല്ല നല്ല സോഫ്റ്റ് നല്ല മെറ്റീരിയൽസാണ്. അത്യാവശ്യം നമ്മളൊരു കിറ്റിൽ അത്യാവശ്യം നമുക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അത് എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ കളേഴ്സ് തന്നെ ചിലപ്പോൾ അടുത്ത കിറ്റിലും ഉണ്ടായിരിക്കണം എന്നുണ്ടാവില്ല. നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഏതൊക്കെയാണോ സ്റ്റോക്ക് ഉള്ളത് വെച്ചെങ്കിൽ അതിനനുസരിച്ചിട്ടാവും നമ്മൾ തരിക. പിന്നെ കുറച്ചൊക്കെ വലിയ ടൈപ്പ് ഉണ്ട്. അങ്ങനെയുള്ളതൊക്കെ ഞാൻ വേണമെന്നുണ്ടെങ്കിൽ ഈ കിറ്റിൽ കൂടെ ഫ്രീ ആയിട്ട് വെച്ച് തരാമെന്ന് മാത്രം. അപ്പോൾ 140 രൂപയാണ് ഈ ഒരു കിറ്റിൻ്റെ റേറ്റ് വരുന്നത്. അപ്പോൾ അതിൽ എത്രത്തോളം ഉണ്ട് എന്താണെന്നുള്ളതൊക്കെ ഇനി ഓരോരുത്തർക്ക് ഡൗട്ട് ഉണ്ട്. അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ടാവും അതിൽ. എന്തായാലും അത്യാവശ്യം ക്വാണ്ടിറ്റിയിലാണ് നമ്മൾ കിറ്റ് തയ്യാറാക്കിയിട്ടുള്ളത്, ഒട്ടും കുറയില്ല. പിന്നെ കഴിഞ്ഞ ദിവസം ഞാനൊരു കമൻറ്റ് കണ്ട് ഫ്ലവേഴ്സിൻ്റെ കിറ്റ് വാങ്ങിച്ചവർ, ഫ്ലവേഴ്സ് ഇതിൽ കാണിക്കണ പോലൊന്നല്ല, കാണിക്കണ കണ്ടിട്ട് ഓർഡർ എടുത്തതാണ്. പക്ഷേ ഇതിൽ കാണിക്കുന്നത് വേറെയും കയ്യിൽ കിട്ടിയത് വേറെ എന്നൊക്കെ പറഞ്ഞിട്ട് കമൻറ്റ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് സുഖമില്ലാത്തതുകൊണ്ട് ഞാൻ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ഞാൻ മോളെയാണ് ഏൽപ്പിച്ചത്. കാരണം എനിക്ക് ഒന്നിനും വയ്യ. അറിയാലോ, ഒരാൾക്ക് പനി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒന്നിനും പറ്റില്ല, നമുക്കൊന്നും ചെയ്യാനൊരു താല്പര്യം ഒരു ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ പേയ്മെൻറ്റ് അടച്ചിട്ട് ഒരുപാട് പേര് വെയിറ്റ് ചെയ്തിരിക്കുമ്പോൾ നമുക്കും ടെൻഷനാണ്. കാരണം അവർക്കും ടെൻഷനാണ്, നമുക്കും ടെൻഷനാണ്. ഇത് അവരുടെ കയ്യിലെത്തിയല്ലാണ്ട് നമുക്കും ഒരു സമാധാനം ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ മോളാണ് ഫ്ലവേഴ്സിൻ്റെ കിറ്റൊക്കെ തയ്യാറാക്കിയിട്ടുള്ളത്. വീഡിയോസ് കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ. അതിൽ കാണിക്കണം അതേപോലെ ചെയ്തോ എന്നാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ അവൾ ഒന്ന് രണ്ട് ആൾക്കാർക്ക് ഇല്ലാത്ത ഫ്ലവേഴ്സിന് പകരം അവൾ വേറെ ആഡ് ചെയ്ത് വെച്ച് കൊടുക്കുകയും ചെയ്തില്ല. അപ്പോൾ ഒന്ന് രണ്ട് കസ്റ്റമർ പരാതി പറയുകയും ചെയ്ത്. അപ്പോൾ അങ്ങനെ ഇനി ആർക്കെങ്കിലും സംഭവിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ഓർഡർ എടുക്കുമ്പോൾ ഇല്ലാത്ത ഫ്ലവേഴ്സ് ഞാൻ അതിൽ കൂടെ ആഡ് ചെയ്തിട്ട് തരുന്നതാണ്. ആരും കമൻറ്റിൽ അങ്ങനെ ഇങ്ങനെയും പറയാൻ നിൽക്കണ്ട, നമ്മൾ ഒരാളെയും പറ്റിച്ചിട്ടൊന്നല്ല ജീവിക്കുന്നത്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അടുത്ത ഓർഡർ എടുക്കുമ്പോൾ നമ്മളത് ക്ലിയർ ചെയ്തിട്ട് തരുന്നതാണ്.
അപ്പോൾ ഇതും കൂടെ ഇതിലൊന്ന് പറയണമെന്ന് വിചാരിച്ചു. അതിനായിട്ടൊരു വീഡിയോ സെപ്പറേറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. കാരണം കമൻറ്റ് ഇങ്ങനെ വന്നപ്പോൾ എനിക്ക് എന്തോ ഒരു ടെൻഷൻ പോലെയായി. വീഡിയോ കണ്ടിട്ട് അപ്പോൾ ഞാനാണെങ്കിലും വീഡിയോ കണ്ടിട്ട് അതുപോലത്തെ കിട്ടണം എന്ന് വിചാരിച്ചിട്ടാണല്ലോ നമ്മൾ ഓർഡർ. അപ്പം എനിക്കിപ്പോൾ അത് കിട്ടിയിട്ടില്ല, വേറെയാണ് കിട്ടണമെങ്കിൽ ആ ടെൻഷൻ എനിക്കും ഉണ്ടാവും. അപ്പം അത് സ്വാഭാവികമാണ്. അപ്പം അത് കൂടെ കണ്ടപ്പോൾ അതും കൂടെ ഇതിൽ കൂടെ പറഞ്ഞു എന്ന് മാത്രം. അപ്പം അങ്ങനെ ആർക്കെങ്കിലും സംഭവിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എല്ലാവരോടും ഞാൻ ക്ഷമ ചോദിക്കണം. അത് അടുത്ത ഓർഡറിൽ ഞാൻ അത് ക്ലിയർ ചെയ്തിട്ട് തരാം. എന്നോട് വാട്സപ്പിലൂടെ പറഞ്ഞാൽ മതി, അങ്ങനെ ആർക്കെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ. പിന്നെ ഒരുവിധമുള്ളവരതൊക്കെ അയച്ചിട്ടുണ്ട്. ഇനി 199ൻ്റെ ലാസ്റ്റ് ഒരു കിറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഓർഡർ മാത്രമാണ് ഇനി അയക്കാനുള്ളത്. ബാക്കിയുള്ളത് കംപ്ലീറ്റ് അയച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി ആർക്കെങ്കിലും കിട്ടാത്തവരുണ്ട് എന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക. കിട്ടുന്ന ടൈം ആവണേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ടും കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്നെ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് അതിനുള്ള പരിഹാരം കാണാം. അപ്പോൾ ഇതും കൂടെ ഞാൻ ഇതിനും കൂടെ നിങ്ങളോട് പറയാമെന്ന് മാത്രം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. അതുവരേക്കും ബൈ ബൈ.